വെൽക്കം ടു CC+. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE ഫസ്റ്റ് ചാപ്റ്ററായ സാഖിയാണ്. ഓക്കെ, അതിനു മുന്നേ 10ാം ക്ലാസ് CBSE സ്റ്റേറ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 9496949929 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. മാത്രമല്ല ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് കയറി നോക്കുക. ഹിന്ദി ബേസ് തൊട്ട് നമ്മളിവിടെ പഠിപ്പിച്ചു തുടങ്ങുന്നുണ്ട്. ഹിന്ദി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികൾക്കും തന്നെ നമ്മുടെ ഹിന്ദി കളരി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9496949929 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് ഹിന്ദി ബേസ് മുതൽ നമുക്ക് നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, സ്പർശ് കക്ഷാ 10 के लिए ഹിന്ദി की പാഠ്യപുസ്തക് സാഖി. സാഖി ആരാണ് എഴുതിയത് എന്നറിയാമോ? സാഖി, സബദ്, രമേനി കബീർദാസിൻ്റെ രചനകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി സാഖിയുടെ രചനാകാർ ആരാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാലോ. ओके, कबीरदास का व्यक्तित्व और चरित्र. कबीरदास भक्ति काल के निर्गुण संत कवि माने जाते हैं. कबीर एक क्रांतिकारी कवि थे. उन्होंने समाज में फैली जाति पांति अंधविश्वास और पाखंड का विरोध किया. इसके साथ आत्मा परमात्मा के विरह मिलन के भावपूर्ण गीत गाए हैं. उनकी प्रमुख रचनाएं നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ്? സാക്കി, സബദ്, രമേനി. കബീർ की बाणियों का संग्रह बीजक नाम से प्रसिद्ध है. അപ്പോൾ കബീർ की बाणियों का संग्रह ഏതാണ്? ബീജക്കാണ്. उनकी भाषा कहलाते हैं സതുക്കടി. അപ്പോൾ കബീറിൻ്റെ ഭാഷ ഏതാണ്? സതുക്കടി. ഓക്കെ, ഇനി നമുക്ക് സാഖിയിലേക്ക് കടക്കാം. ऐसी बानी बोलिए मन का आपा खोई अपना तन शीतल करे ഔരനുക്കോ സുഖ് ഹോയ്. ഈ ഒരു ഹിന്ദിയും നമ്മൾ ഇപ്പോഴും പഠിക്കുന്ന ഹിന്ദിയും തമ്മിൽ ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നില്ലേ? അതിൻ്റെ റീസൺ എന്താണ്? കബീറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സതുക്കടിയാണ്. മീൻസ് കബീർ അൻപഡ് ഥേ, അതായത് കബീറിന് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്താണോ കാണുന്നത് അത് കബീർ സ്വന്തം വാക്യത്തിൽ തന്നെയാണ് പറയാറ്. ഓക്കെ, സാഖി പഠിക്കാനുള്ള, കബീറിൻ്റെ ദോഹ പഠിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. കീവേഡ്സ് എന്തൊക്കെയാണോ ആ കീവേഡ്സ് നോട്ട് ചെയ്ത് വെക്കുക. ബാണി, ആപ്പ, ഖോയ്, ശീതൾ, ഔരൻ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കതിൻ്റെ ശബ്ദാർത്ഥമാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. നോക്കൂ, ബാണി എന്ന് പറഞ്ഞ എന്താണ്? ബോലി. ആപ്പ അഹങ്കാർ. ഖോയ് ത്യാഗ് ദേന. शीतल शीतल. ഔരൻ दूसरों को. ഹോയ് ഹോന. അപ്പോൾ ഈ ശബ്ദാർത്ഥമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വയ്ക്കണം. നെക്സ്റ്റ് വൺ സിമ്പിളായിട്ട് നമുക്കറിയാം. എന്താണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുക? ഭാവാർത്ഥാണ് നമ്മൾ പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ ഭാവാർത്ഥാണ് നോക്കുന്നത്. ഓക്കെ, കബീർദാസ് ജി कहते हैं कि हमें ऐसी वाणी बोलनी चाहिए, ऐसी वाणी बोलनी चाहिए जो हमारे हृदय के अहंकार को मिटा दे. हमें हमेशा मीठी और विनम्र वाणी बोलनी चाहिए. तात्पर्य यह है कि हमारे तन को शीतलता प्रदान करें तथा सुनने वालों को भी मानसिक सुख प्रदान करें. इसलिए हमेशा सोच समझकर मीठी वाणी बोलनी चाहिए. ഓക്കെ, അഹങ്കാർ എന്നുള്ളതിൻ്റെ ശബ്ദാർത്ഥം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഏതാണ്? അഹങ്കാർ എന്നുള്ള വേർഡ് ഏതായിരുന്നു? ആപ്പ എന്നുള്ളതാണ് അഹങ്കാർ. അപ്പോൾ ഏത് ദോഹയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കീവേഡ് മാത്രം ഓർത്തു വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രശ്ന ഓർ അഭ്യാസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് പ്രശ്നോं के उत्तर दीजिए. ക്വസ്റ്റ്യൻ ഏതാണ്? मीठी वाणी बोलने से औरों को सुख और अपने तन को शीतलता कैसे प्राप्त होती है. അപ്പോൾ നമ്മൾ എഴുതിയ ഭാവാർത്ഥത്തിൽ എന്തുണ്ട്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. നമ്മൾ എഴുതിയ ഭാവാർത്ഥ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കബീർ की उद्धत साखियों की भाषा की विशेषता स्पष्ट कीजिए. കബീർ की ഭാഷ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ കബീർ की ഭാഷ ഏതാണ്?
സതുക്കടിയാണ്. പിന്നെ കുറച്ച് വിദ്വാൻമാർ എന്ത് പറഞ്ഞിട്ടുണ്ട്, പഞ്ചമേൽ ഖിചടി എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കബീറിന്റെ ഭാഷ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭാഷാ അധ്യയൻ. പാഠ് ഭാഗ് മേ ആയേ നിമ്നലിഖിത് ശബ്ദോं के प्रचलित रूप लिखिए. ഏതാണ് ഭാഷ എന്നുള്ള ആ ഒരു ഭാഗത്ത് വരുന്നതാണ് പ്രചലിത് രൂപ്. ഔരൻ, ഔരൻ എന്നുള്ള വേർഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക എന്നുള്ളത് ശബ്ദാർത്ഥം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എന്ത് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ കബീറിന്റെ സാക്കി നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞു. നോക്കൂ, 10th CBSE ലൈവ് ക്ലാസ് ജൂലൈ 6 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 9496949929 എന്നുള്ള നമ്പറിലേക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. മാത്രമല്ല നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, മാത്രമല്ല നമ്മുടെ CCയിൽ 1-to-1 ട്യൂഷനും അവൈലബിൾ ആണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10th CBSE ലൈവ് ക്ലാസ്, 1-to-1 ട്യൂഷൻ, ഹിന്ദി കളരി ബാച്ച്, എല്ലാ കോഴ്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല എല്ലാ ഫ്രണ്ട്സിനും തന്നെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തും കൊടുത്തോളൂ. താങ്ക്